കേൾക്കാൻ പറ്റിയ സൗണ്ട്. അത് ആദ്യത്തെ ബാത്റൂമിൽ കയറുമ്പോൾ സൗണ്ട് അത്. സബർജലി പൊട്ടിച്ചുകൊണ്ട് കൊടൈക്കനാലിൽ നിന്നും യാത്രയാകുന്ന ലേ ജഗജിദീസ്. Look at the view, dude. I know, right? ഒരു പ്രാവശ്യം ആ റിസോർട്ടിൽ പോയാൽ പിന്നെ വേറെ എവിടെയും നമ്മള് സ്ഥലം നോക്കില്ല കേട്ടോ. കൊടൈക്കനാലിൽ പോയാൽ അവിടെ തന്നെ രണ്ടാമതും പോവുള്ളൂ. എല്ലാവരും ടാഞ്ചറിൻ റിസോർട്ട്സിലേക്ക് വരിക. നിങ്ങളുടെ കൊടൈക്കനാൽ സ്റ്റേ വിത്ത് എ വ്യൂ എൻജോയ് ചെയ്യുക. ഹലോ ഗൈസ്. Hello guys. I am Vaishnav Krishnan from Tangerine. എല്ലാരും തുത്തുനുന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇവിടെ വന്നാൽ നമുക്ക് ഇഷ്ടം പോലെ റീൽസ് എടുക്കാം. പിന്നെ ഫുഡ് കഴിക്കാം. അനന്തു കടന്ന് കട്ടിൽ കിടക്കാം. കിലോ കണക്കിന് വീട്ടിൽ കൊണ്ടുപോകാം. എന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള എനിക്ക് എന്നോട് തന്നെയാണ്. ഈ ട്രിപ്പിന് വന്ന എന്നോട് തന്നെ എന്നെ ട്രിപ്പിന് വിടാൻ സമ്മതിച്ച എൻ്റെ അച്ഛനോടും അമ്മയോടും വലിയ വലിയ താങ്ക്സ് രേഖപ്പെടുത്തുന്നു സ്നാനിക്കപ്പെടുത്തുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എനിക്ക് എന്തൊരു സന്തോഷം. അയ്യോ, നിൽക്കുമ്പോ സന്തോഷം, ഇരിക്കുമ്പോ സന്തോഷം, കിടക്കുമ്പോ സന്തോഷം. അയ്യോ, വെള്ളിക്ക് സന്തോഷം. ചെമ്മാരിയാട് പഞ്ചാരയാട്. അതെ, വണ്ടി ഇപ്പൊ നിർത്താമോ? ആർക്കെങ്കിലും പുറത്തു പോണോ? അടിപൊളി. Good morning. So this is day 2. ഇന്നലെ രാത്രി ഫുൾ ഊണോ കാർഡ്സ് കളിക്കുകയായിരുന്നു. ആൻഡ് എന്താ നല്ല ലേറ്റായി. പിന്നെ സൗണ്ട് കേട്ടറിയാം, പാടി അലറി വിളിച്ച് സൗണ്ട് മൊത്തം പോയി. കാലത്ത് ഇപ്പോൾ 10:30 ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല. ബിക്കോസ് വി ഓൾ ആർ ലേറ്റ്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സൈറ്റ് സീയിങ്ങിനൊക്കെ പോകണമെന്നാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ റിസോർട്ടിൽ തന്നെ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ ഇന്നലെയൊക്കെ ഇന്നലെ കുറേ റീൽസ് എടുത്ത് കൂട്ടി. എൻ്റെ അമ്മയെ ലാസ്റ്റ് വരാണ്ടായി. പക്ഷെ നമ്മളത് ഒരു സംഭവം പ്ലാൻ ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ചെയ്യും. ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സൈറ്റ് സീയിങ്ങിന് പോകണമെന്നുണ്ട് കുറച്ച്. ഇന്നലെ ഇത്തിരി മഴയുടെ സീൻ കിട്ടിയോണ്ടേ വേഗം തിരിച്ചു പോന്നു. പിന്നെ ആസ് യു കൻ സീ ഐ എം വെയറിങ് റെഡ് അഗൈൻ ബിക്കോസ് മൈ ഓൺ എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ റെഡ്. സോ അമ്മമാരൊന്നും റെഡി ആയിട്ടില്ല വരെയായിട്ട് ആസ് ഇൻ ലേറ്റ് ആയി. പക്ഷേ the trip should go on, right? So let's go. ആട് നീ ആടാട്. സൗണ്ട് ഇല്ല. ചെമ്മാരിയാട് പഞ്ചാരയാട്. അടടാ മഴടാ അടാ മഴടാ. ആട് ആട് നീ അത് പാടില്ലേ? വേറുണ്ട്. ആട് കറുത്ത കാട്.
എന്താ കറുത്ത കാടില്ലേ? ഇല്ലില്ല. I know, right? This is the second day, like you said. So, നമ്മള് ഫുഡ് കഴിച്ചു. ഇനി ഞങ്ങൾ പോവാൻ പോവാ. എങ്ങോട്ടാണ് കാണിച്ചത്? ഈ അടിപൊളിയാട്ടോ ഇവിടെ ഈ പൈൻ ഫോറസ്റ്റ്, നല്ല വ്യൂ. മുള്ളംകുല്ലി രാമേന്ദ്രൻ, സോറി ഹലോ ഒരു ഫോട്ടോ എടുക്കാം. വള്ളിയൊന്നും മാറ്റൂല, എല്ലാ ഫോട്ടോയിലും ഒന്നും കൂടെ മതി. അഭിണ്ടല്ലോ എവിടേക്കോ പോയേക്കാം. ഏത് കാട്ടിലാന്ന് എനിക്കറിയില്ല. ദൂരെ, അങ്ങനെ ദൂരെയാ. സൗണ്ട് ആകെ മഫിൾഡാ, നല്ല കോൾഡ് പോലെ. അതേ കൊരങ്ങൻ. കോയിന്റെ മണം, ചിക്കൻ ബിരിയാണി ആയിരത്തിനുണ്ടായോണ്ട കോയിന്റെ മണം. ചെയ്തോ. വേഗാവട്ടെ. ഇനി കേക്കാൻ പറ്റിയ സൗണ്ട്. അത് ആദ്യം ബാത്റൂമിൽ കയറുമ്പോൾ സൗണ്ടാ. നീ അവിടെ തിരിഞ്ഞു സൈഡ് തമന്ന ഒന്ന് രക്ഷിക്കാൻ. Got
कर दो मौला मेरे मौला जो भी तेरे घर आया दिखने जो सर आया मस्ती पिए सबको झूमता नजर आया वो भी तेरे घर आया जिसने जो सर आया मस्ती पिए सबको झूमता नजर आया प्यास लेके आया तो घर वो सर आया गुर के बारिश में की बारिश में भीगता सर आया मौला 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 मेरे मौला 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 दरारे दरारे बादे मौला मरम्मत मुकद्दर में कर दो मौला मेरे मौला. Good morning. So this is the third day. Yeah, we're leaving today. അയ്യോ എൻ്റെ ആരോഗ്യം ഒരുവിധം ഒരു തീരുമാനമായി. ഇവിടെ കോൾഡ് വന്നിട്ടേ കുറച്ചധികം ടയർഡ് അവരൊക്കെ റെഡിയായോ എന്തോ. ഇന്നത് ക്യാമ്പ് ഫയറൊക്കെ ഉണ്ട്. പിന്നെ ഓബ്വിയസ്ലി കുറച്ച് ലേറ്റായി. സബർജലി പൊട്ടിച്ചുകൊണ്ട് കൊടൈക്കനാലിൽ നിന്നും യാത്രയാകുന്ന ലേ ജഗജിലീസ്. അതാ രജീഷ് ജഗജില്ലി അല്ല. ഇത് ഇവിടത്തെ ഈ വില്ലേൻ്റെ ക്യാമ്പ് ഫയർ സ്പോട്ടാണ് കേട്ടോ. അടിപൊളിയല്ലേ. അത് അച്ചു ജഗജില്ലി, ബാക്കിയുള്ള സബർജില്ലി പൊട്ടിക്കുന്നു. ജഗജില്ലി സബർജില്ലി റൈമിംഗ് നോ. അയ്യോ നിങ്ങക്ക് വേണോ സബർജില്ലി? അനുമാനം പൊട്ടിച്ചോ. ഇവിടെ വളരെ നല്ലൊരു കാലാവസ്ഥയാണ്. ഇവിടെ സബർജില്ലിന്റെ മരങ്ങളുണ്ട്. ഇവിടെ വാഴയില്ല അല്ലേ? ബാഗിൽ വെക്കാം. ഇവരൊക്കെ ബാഗിലാണോ വെക്കണേ? സ്വപ്നങ്ങളിൽ മാത്രം വൈഷ്ണവേ നിനക്കും വലിയ ചക്കപ്പഴം. ബാക്കിയുള്ള സബർ ജെല്ലികൾ പൊട്ടിച്ചുകൊണ്ട് അതാ ഞങ്ങൾ ഹോസ്റ്റലിലേക്കാണോ? ഓ നൈസ്. അഭിഞ്ചക ജില്ലി ഇത് ഇവിടുത്തെ ക്യാമ്പ് ഫയർ സ്പോട്ട്. നൈസ് അല്ലേ? ലുക്ക് അറ്റ് ദ വ്യൂ ഡൂഡ്. പറഞ്ഞില്ലല്ലോ. അടിപൊളി സബർ ജെല്ലി. നമ്മുടെ ടാഞ്ചറിൻ റിസോർട്ട്. നമ്മുടെ പാർക്ക്, കളിച്ചു നടന്ന പാർക്ക്. വാ നമുക്ക് ഇവിടെ ഫോട്ടോ എടുത്തിട്ട് പോവാം. എല്ലാവരും ടാഞ്ചറിൻ റിസോർട്ട്സിലേക്ക് വരിക. നിങ്ങളുടെ കൊടൈക്കനാൽ സ്റ്റേ വിത്ത് എ വ്യൂ എൻജോയ് ചെയ്യുക. ഹലോ ഗൈസ്. Hello guys. I am Vaishnav Krishnan from Tangerine. Tangerine luxury villas. Yes, this is awesome and best climate of our country. What the hell are you saying? Best climate of our country. അടിപൊളി വില്ല പറയാനുള്ളത്. അങ്ങോട്ടൊക്കെ നോക്കൂ, കുറെ മലകൾ. ഒരു നല്ലൊരു വ്യൂ ആയിരിക്കും നിങ്ങൾ ജില്ലയിൽ നിന്നും കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു കിട്ടിക്കൊണ്ടിരിക്കുന്നു. വാ ഫോട്ടോ എടുക്കാം. എല്ലാവരും തുത്തുനുന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ വന്നാൽ നമുക്ക് ഇഷ്ടം പോലെ റീൽസ് എടുക്കാം. പിന്നെ ഫുഡ് കഴിക്കാം. കിലോ കണക്കിന് വീട്ടിൽ കൊണ്ടുപോകും. അപ്പൊ നമ്മൾ അങ്ങനെ ഫൈനലി കൊടൈക്കനാലിൽ ഇറങ്ങുകയാണ്. എല്ലാവരും ഞങ്ങൾ പോവുകയാണ്. കുറച്ച് തണുപ്പൊക്കെ കുറഞ്ഞ് കുറച്ച് വെയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ നല്ല രീതിക്ക് അടിച്ചു പൊളിച്ച കാരണം എല്ലാവരും ഇപ്പൊ നല്ലൊരു സൈഡായി. എന്താ ഒരുവിധം
സൈഡൊന്നും ഇല്ല. സൈഡൊന്നും ആയിട്ടില്ല. ഇല്ലേ? ഇല്ലില്ല. ഇല്ല അല്ലേ? ഞങ്ങളത് ഓണത്തിന് വരുന്നതേ ഉള്ളൂ. മ്യൂസിക് ഒന്നും ഓണം. ആ അതെ. എന്തായാലും അടിപൊളി ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു, നല്ല തണുപ്പായിരുന്നു. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ബിരിയാണി വേണോ? വാ, വാ, വാ. എനിക്ക് ബിരിയാണി വേണം. അന്നാ ട്രിപ്പിന്റെ എക്സ്പീരിയൻസ് പറ, ബിരിയാണി തരാം. അല്ല, ഞങ്ങളുടെ മോഹം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ടാറടങ്ങിയിരിക്കുകയാണ്, അടിച്ച് പൊളിച്ച് പണ്ടാറടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ വേണം പറയാം. ഡയബോളിക് വേറെ ലെവൽ ട്രിപ്പായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അതെ, റിസോർട്ട് അടിപൊളിയായിരുന്നു. ടാഞ്ചറിങ് റിസോർട്ട് രക്ഷയില്ല. അവിടുത്തെ സ്റ്റാഫുകളായാലും ഫുഡായാലും എല്ലാം ഒന്നിനൊന്നും മെച്ചം. കൊടൈക്കനാലിലെ ശരിക്കും ബിരിയാണി കൊടുക്കണേ എനിക്ക്. അഭിനയിക്കുമായിരുന്നു കേട്ടോ. അഭിനയിക്കല്ലായിരുന്നു, അവൻ ജീവിക്കുമായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല തണുപ്പും കുറെ പാട്ടുകളും അല്ലേ, പൊളിച്ചു വൈബാക്കി അടിച്ചു പൊളിച്ചു ഞങ്ങൾ. പക്ഷെ ഇതെല്ലാം തുത്തനും സൂപ്പർ ഫോറിലും ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ അഭിനെന്താ പറയാനുള്ളത്? അയ്യോ അഭിനയ പറ. അഭിനോട് സൈക്കുറുമ്പിയെ മേയിച്ചോണ്ടിരിക്കുക. ഒന്നും പറയല്ല, അടിപൊളി. ഒന്നും പറയാനില്ല, പക്ഷേ അടിപൊളി. അടിപൊളിയായിരുന്നു. സ്പെഷ്യൽ താങ്ക്സ് ടു TLV റിസോർട്ട്സ് ആൻഡ് വില്ലാസ്. അതിൻ്റെ എൻ്റെ ശ്രീകുമാർ അങ്കിളിനും പിന്നെ തുത്തുനും തുത്തുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും പിന്നെ എന്നോടും. എന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള എനിക്ക് എന്നോട് തന്നെയാണ്, ഈ ട്രിപ്പിന് വന്ന എന്നോട് തന്നെ. അപ്പം താങ്ക് യു. അടുത്തുള്ളിലേക്ക് എന്നെ ട്രിപ്പിന് വിടാൻ സമ്മതിച്ച എൻ്റെ അച്ഛനോടും അമ്മയോടും വലിയ വലിയ താങ്ക്സ് രേഖപ്പെടുത്തുന്നു സ്നാനിക്കപ്പെടുത്തുന്നു. എന്താ സന്തോഷം. എല്ലാരും കുറച്ച് നാഗേശം സൗണ്ട് കൂട്ടി പറയോ? ബേസ് ഭയങ്കര ബേസ്. ഇല്ല, എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എനിക്ക് എന്തൊരു സന്തോഷം. അയ്യോ, നിൽക്കുമ്പോ സന്തോഷം, ഇരിക്കുമ്പോ സന്തോഷം, കിടക്കുമ്പോ സന്തോഷം. അയ്യോ, വെള്ളിക്കും സന്തോഷം, നിനക്കും സന്തോഷം. മക്കാവട വേണോ? വേണ്ട. സീരിയസ്ലി ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും പിന്നെ കുറെ നാഗേശം വീണ്ടും ഒത്തുകൂടി ഞങ്ങൾ അടിച്ചു പൊളിച്ച് കലക്കി മറിച്ച് കൊടൈക്കനാൽ ഇങ്ങനെ വെച്ച് എന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മറിച്ചിട്ട് അതുകൊണ്ട് സന്തോഷം. പിന്നെ പ്രത്യേക നന്ദി അറിയിച്ചു കൊണ്ടുവന്നപ്പോഴും കീർത്തനയുടെ ഫാമിലിയോടും അങ്കിളിനോടും ആന്റിയോടും എനിക്കൊരു അറിവ് കിട്ടി. എനിക്കിപ്പോ കൊടൈക്കനാൽ എങ്ങനെ പേര് വീണെന്ന് അറിയില്ല, പക്ഷെ ഇവിടെ പോയ ശേഷം എനിക്ക് മനസ്സിലായത് കൊട എന്ന് പറഞ്ഞാൽ മഞ്ഞെന്നാണ്. കൊടയല്ല, എന്താ പറയുന്നത്? കച്ചമ്പർ. അല്ലല്ല, നീ തലടക്ക് എന്താ പറയുന്നത്? തലങ്ങാണി. അതിപ്പോ കളറിനെ കളർ എന്ന് പറയല്ലോ. ഏതെങ്കിലും കാഞ്ഞങ്ങാട് കാസർഗോഡ് കാരനുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. കച്ചമ്പർ എന്നല്ലേ നിങ്ങൾ സലാഡിനെ പറയാം. ആരെല്ലാം കാണുന്നുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യുക. തലങ്ങാണി ആണ് ഞങ്ങൾ നാട്ടിലൊക്കെ ഞങ്ങളൊക്കെ പറയുന്നത്. ഇനി ഇവിടെ എന്താന്ന് അറിയത്തില്ല. അടിച്ചു പൊളിച്ചില്ല. കട്ട് പറിച്ചു. ഇഷ്ടം പോലെ ഫുഡ് സ്ഥലം കണ്ടു. ക്യാമ്പ് ഫയർ കുറെ പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചു. ഒന്നും പറയാനില്ല. ഇത് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ജീവിതത്തിൽ. അടിച്ചു പൊളിച്ചു എപ്പത്തെയും പോലെ. പക്ഷെ ഈ തവണ ഒറ്റ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ, നല്ല തണുപ്പുണ്ടായിരുന്നു. അടുത്തതായി ഈ ട്രിപ്പിന്റെ
മാസ്റ്റർ ബ്രെയിൻ ഡാഡി ആൻഡ് മമ്മി. എനിക്ക് പറയാനുള്ളത് ഞാൻ ഇൻവൈറ്റ് ചെയ്തപ്പോ അത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത് വന്നു. അതിനാണ് വലിയൊരു താങ്ക്സ്. എല്ലാവരും വന്നോണ്ട് ഈ ട്രിപ്പ് ഭയങ്കര അടിപൊളിയായി. അപ്പൊ എല്ലാവരോടും താങ്ക്സ്. ചക്രുട്ടാ എങ്ങനെയുണ്ടായടാ ഈ ഗ്യാങ്? നിന്റെ യൂഷ്വൽ ഫ്രണ്ട്സ് ഗ്യാങ് എന്തേലും? അടിപൊളി ട്രിപ്പായിരുന്നു. അവന്മാരൊന്നും അടുപ്പിക്കില്ല. അല്ല മൊത്തത്തിൽ അടിപൊളി ട്രിപ്പായിരുന്നു. പാട്ട് പാടുന്നവരുടെ കൂടെ അടിപൊളിക്കാൻ പറ്റിയിട്ട് മൊത്തത്തിൽ വേറൊരു വൈബായിരുന്നു. ഇത്രയധികം അനുസരണയും അച്ചടക്കവും കൊണ്ട് ഒരു പിള്ളേരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്ത് പറഞ്ഞാലും കമ്മാത്ത ലക്ഷ്യമുള്ള അനുസരിക്കുന്ന നല്ല കുട്ടികളാണ്. ഓൾ ദ ബെസ്റ്റ്. അങ്ങനെ നമ്മൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞെത്തി. എന്റെ പൊന്നെ, എങ്ങനെയുണ്ടായിരുന്നു ഇത്രയും പേരെ മേച്ചുകൊണ്ടുള്ള ഒരു ട്രിപ്പ്? ഒരു സ്കൂൾ ടീച്ചർ കുറച്ചധികം ആൾക്കാർ കുട്ടികളെ കൊണ്ടുപോകുന്ന പോലെ ആയിരുന്നോ? എന്തായിരുന്നു സംഭവം? ടീച്ചർ എന്ന് പറയാൻ പറ്റില്ല, അതൊക്കെ സ്ട്രിക്റ്റ് ആവില്ലേ? ടീച്ചറൊക്കെ ആവുമ്പോൾ സ്ട്രിക്റ്റ് ആവില്ലേ? എനിക്ക് ആ ഫീലിംഗ് അല്ല തോന്നിയത്. ഒരു 10 മക്കളെയും കൊണ്ട് അച്ഛനമ്മയും പോയ പോലെ. 10 മക്കള് കേരളത്തിലെ മികച്ച 10 ഗായകരായിരുന്നു. അതാണ് ഇതിന്റെ കോയിൻസിഡന്റലി അങ്ങനെ കൊള്ളാം. ഓ വാവ്, ദാറ്റ്സ് സോ നൈസ്. ഈ ട്രിപ്പിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താ? ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്നും പാട്ടും കൂത്തുമാണ്. ഈവനിങ്ങില് ഫുൾ പാട്ടായിരിക്കും, പാതിരാത്രി വരെ പാട്ടായിരിക്കും. ഓരോരുത്തരുടെ പാട്ട് എൻസൈക്ലോപീഡിയ ഇങ്ങനെ തുറന്ന പോലെയായിരുന്നു. MP3 പ്ലെയർ ആയിരുന്നു ഓരോരുത്തര്. തമിഴ് വേണോ, ഹിന്ദി വേണോ, മലയാളം പഴയത് വേണോ പറഞ്ഞാ മതി, നമ്മള് മുമ്പിൽ ഇരുന്ന് പറഞ്ഞാ മതി. പിന്നെ ഞങ്ങള് രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ ഒന്ന് സൈഡ് സീയിങ് പോവും. ഉച്ചയ്ക്ക് എത്തി ലഞ്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു റീൽസ് എടുക്കലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ എടുക്കാനായിട്ട് ക്യാമറയൊക്കെ പിടിച്ച് ഞങ്ങളിങ്ങനെ ചുറ്റും കൂടി നടക്കും, റീൽസ് എടുക്കും. കുറേ റീൽസൊക്കെ എടുത്തു അങ്ങനെ. പിന്നെ ഈവനിങ്ങിൽ നമ്മൾ ഇതുപോലെ പാട്ടൊക്കെ ആയിട്ട് കൂടും. പിന്നെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈവനിങ്ങിൽ അവരുടെ വക ചിക്കൻ ഫ്രൈ സ്പെഷ്യലായിട്ട് ടാൻജറിൻ്റെ. അപ്പൊ ഞങ്ങൾ അതിനെ TFC എന്ന് പേരിട്ടു, KFC പോലെ അങ്ങനെയൊക്കെ ആക്കി. അങ്ങനെ ഈവനിങ്ങിൽ അതുപോലെ തന്നെ നോൺ വെജ് വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുഡിന്റെ കാര്യത്തിലൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. പിള്ളേർക്കൊക്കെ ഇങ്ങനെ ലാവിഷ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഈ റിസോർട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ നമ്മൾ ഫ്രെയിം വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. അവിടെ നല്ല ഫുൾ ബ്യൂട്ടി അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ആക്ച്വലി അവിടെ ഇവിടെ കൊണ്ട് തന്നെ നമുക്ക് കാണാം, ആ ക്ലൈമറ്റ് എൻജോയ് ചെയ്യാം, നല്ല ഫുഡും കഴിച്ചാൽ. ഹോസ്പിറ്റാലിറ്റി മെയിൻലി പറഞ്ഞ ഹോസ്പിറ്റാലിറ്റി ആണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സമയത്ത് നമ്മള് ക്ലീൻ ആൻഡ് ഹൈജീൻ നമ്മൾ ഭയങ്കര പ്രയോറിറ്റി കൊടുക്കണമല്ലോ. അപ്പൊ അതൊക്കെ ടോപ്പ് നോച്ച് ആയിരുന്നു എല്ലാം കൊണ്ടും. സോ വി ആർ ഓൾ സോ ഹാപ്പി. സ്പെഷ്യൽ താങ്ക് യു ടു ദ ഹോൾ ടീം ഓഫ് ടാൻജറീൻ ലക്ഷറി വില്ലാസ് ഫോർ അക്കോമഡേറ്റിംഗ് അസ്. ഞങ്ങൾക്ക് ഭയങ്കര ഒരു റിലീഫ് തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പ്. കാരണം അത്രയും നാളെ ഒരു കോമ്പറ്റീഷന്റെ പ്രഷറിൽ നിന്ന് വിട്ടൊരു ട്രിപ്പ് ശരിക്കും എല്ലാവരും പറക്കായിരുന്നു. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. സോ യാ, താങ്ക് യു ഫോർ സ്റ്റേയിങ് അപ്പ് അണ്ടിൽ നൗ ഇൻ ദിസ് വ്ലോഗ്. കുറേ അധികം ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ആർ ഇൻ പ്ലാൻ. എന്താ എല്ലാ അപ്ഡേറ്റ്സിനും വേണ്ടി വെയിറ്റ് ചെയ്യുക. I would be updating it on my social media. So stay tuned and yeah, see you in the next vlog. Like, share, comment and subscribe. Okay. Well, ഇനി അടുത്ത വ്ലോഗിൽ കാണാം. അതുവരെ